പെട്രോൾ വാഹനങ്ങളിലെ ഫ്യൂവൽ ലീക്കേജ് ഒരു പുതിയ കംപ്ലൈൻ്റായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ വാഹനത്തിൽ നിന്ന് രണ്ടാമത് കിട്ടുന്ന ഒരു കംപ്ലൈൻ്റാണത്. ഏകദേശം ബമ്പറിൻ്റെ ഭാഗത്താണ് ലീക്ക് വന്നത്. ബമ്പറിൻ്റെ ഭാഗത്തേക്ക് ഫ്യൂവൽ ലൈൻ വരുന്നില്ല. ഫ്യൂവൽ ലൈൻ ഏതാണ്ട് എഞ്ചിൻ്റെ അടുത്തേക്ക് ആ ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, ബാറ്ററി എടുത്ത് മാറ്റി, എയർ ഫിൽറ്റർ എടുത്ത് മാറ്റി, കാനിസ്റ്റർ എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ ടാങ്കിൽ നിന്ന് വരുന്ന ഫ്യൂവൽ ലൈനിൽ ലീക്കുണ്ട്. ഈ ഫ്യൂവൽ പൈപ്പിൽ ലീക്ക് വന്നിട്ട് അത് ഫ്രണ്ടിലേക്ക് ശക്തിയായി തെറിച്ചതാണ് ബമ്പറിൻ്റെ ഭാഗത്ത് നമുക്ക് ലീക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇഗ്നീഷൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള പെട്രോൾ ലീക്ക് കാണാൻ കഴിയും. ഇഗ്നീഷൻ സ്വിച്ച് ഓൺ ചെയ്യാം. ഒന്ന് ഓൺ ചെയ്തേ. ഓഫായിക്കോ. നല്ല രീതിയിലുള്ള ലീക്കാണ് നമുക്ക് ഫ്യൂവൽ പൈപ്പിൽ കാണാൻ പറ്റുന്നത്. ഈ ലീക്ക് ഫ്രണ്ട് ബമ്പർ വരെ എത്തിയിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ ലീക്ക് കാണുമ്പോൾ എവിടെ നിന്നാണെന്നൊന്നും മനസ്സിലാവില്ല. ഈ രീതിയിലുള്ള ഫ്യൂവൽ ലീക്കേജ് നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ക്ലിപ്പും ഊരാൻ വേണ്ടി പൈപ്പ് റിമൂവ് ചെയ്തിട്ട് പുതിയ പൈപ്പിടെ നിർവാഹമുള്ളൂ. പൈപ്പ് ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടൊരു ഹോൾ കാണാം. അത് അവിടെ മെറ്റൽ പൈപ്പ് വരുന്ന ഭാഗത്താണ്, ഹോസ് ചേരുന്ന ഭാഗത്താണ്. അതുകൊണ്ട് ലീക്ക് വരില്ല. പിന്നെയുള്ള ലീക്ക് എന്ന് പറയുന്നത് സെൻട്രലാണ്. സെൻട്രൽ കാണുന്ന ഒറ്റ ഹോള്, ആ ഹോൾ വഴിയാണ് ലീക്ക് വരുന്നത്. ഒരുപാട് പഴയ ഹോസൊന്നും അല്ല, നല്ല ഹോസ് തന്നെയാണ്, ക്വാളിറ്റിയുള്ള ഹോസ് തന്നെയാണ്. പിന്നെ ഒരു കാര്യം, മറ്റേ ഭാഗം, താഴേക്കുള്ള ഭാഗം അത് അഴിക്കുന്ന സമയത്ത് പൈപ്പ് പ്രോപ്പറായിട്ട് വന്നോളം നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മളിത് കട്ട് ചെയ്യുക. അല്ലാതെ മെറ്റൽ പൈപ്പ് ചേരുന്ന ഭാഗത്ത് വല്ലാതെ ബലം പിടിച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് പൈപ്പിൻ്റെ അവസ്ഥ. ആ ഒരു ഹോള്, അതുപോലെ തന്നെ സെൻറ്ററിൽ കാണുന്ന മറ്റൊരു ഹോള്. പുതിയ ഹോസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ ഹോസിൻ്റെ ഈ ഭാഗത്തായിരുന്നു ലീക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ലീക്ക് ഉണ്ടോ എന്ന് നമുക്ക് എൻജിൻ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് സ്വിച്ച് ഓൺ ആക്കിയേ. സ്വിച്ച് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ലീക്കൊന്നും കാണുന്നില്ല. സ്വിച്ച് ഓഫ് ആക്കിക്കോ. ഹോസ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഹൈ പ്രഷർ ഹോസ് തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.